ഹായ് ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് ജാവാസ്ക്രിപ്റ്റിലെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കോഡിൽ സാധാരണ എറേഴ്സ് വരാറുണ്ടല്ലേ. റൺ ടൈം എറേഴ്സ് വരാം, അല്ലെങ്കിൽ സിൻടാക്സ് എറർ വരാം, ലോജിക്കൽ എറേഴ്സ് വരാം. അപ്പൊ ഈ എറേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച് നിൽക്കും, പിന്നെ കണ്ടിന്യൂ ആവില്ല. അപ്പൊ ഈ എറേഴ്സ് നമ്മുടെ കോഡിൽ വരുമ്പം നമ്മൾ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ എക്സിക്യൂഷൻ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവും. നമ്മൾ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം ഞാൻ ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്, ഗെറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പേജിൽ എവിടെയും ഞാൻ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ ഇപ്പൊ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, ഫംഗ്ഷൻ കോൾഡ് എന്ന് പറഞ്ഞു. ഇനി നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡെഫിനറ്റ് ആയിട്ടും എറർ വരും. കാരണം ഇവിടെ ഒരു റെഫറൻസ് എറർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് വാല്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇനി ഇങ്ങനത്തെ എക്സിക്യൂഷൻ വരുന്ന സമയത്ത് എവിടെ എന്താ പറ്റുന്നത്? എക്സിക്യൂഷൻ വന്നു, ഈ പോയിന്റിൽ വെച്ചിട്ട് പ്രോഗ്രാമിന്റെ ഫ്ലോ, ആ എക്സിക്യൂഷൻ ഫ്ലോ അവിടെ നിന്നൂലേ, അത് കഴിഞ്ഞിട്ടുള്ള ഈ കൺസോൾ സ്റ്റേറ്റ്മെന്റ് ഇതൊന്നും എക്സിക്യൂട്ട് ആവില്ല. അപ്പൊ ഇതിന് നമുക്കൊരു സൊല്യൂഷൻ വേണം. അതായത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ കോഡിൽ എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്യണം, ക്യാച്ച് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, നമ്മുടെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഇതാണ് എക്സെപ്ഷൻ ഹാൻഡിലിംഗ് എന്ന് പറയുന്നത്. അതിൽ ജാവാസ്ക്രിപ്റ്റില് ആദ്യത്തെ മെക്കാനിസം എന്ന് പറയുന്നത് ട്രൈ ക്യാച്ച് ബ്ലോക്ക് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ട്രൈ എന്താ നോക്കാം. നമുക്ക് എറർ വരാൻ ചാൻസ് ഉള്ള കോഡ് നമ്മൾ ട്രൈ സ്റ്റേറ്റ്മെന്റിലാണ് എഴുതുക. ഇപ്പൊ നിങ്ങൾ PHP പൈത്തോൺ ഒക്കെ പഠിക്കുന്ന സമയത്ത് കൊറീസ് എപ്പോഴും ട്രൈന്റെ ഉള്ളിലാണ് എഴുതുക, SQL സ്റ്റേറ്റ് ഒക്കെ എറർ ഒക്കെ വരുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ. അതുപോലെ ജാവാസ്ക്രിപ്റ്റിലും എറർ ഒക്കെ വരാൻ ചാൻസസ് ഉള്ള കോഡ് നമ്മൾ ട്രൈ ബ്ലോക്കിന്റെ അകത്താണ് എഴുതുക. അതായത് ട്രൈ കീവേഡ്, കേർലി ബ്രേസസ്, ഇതാണ് ട്രൈ ബ്ലോക്ക്. ട്രൈ ബ്ലോക്കിന് മസ്റ്റ് ആയിട്ടും ഒന്നിക്ക് ക്യാച്ച് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഫൈനലി ബ്ലോക്ക്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണം. അതെന്താന്ന് ഞാൻ നെക്സ്റ്റ് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ കോൾ ചെയ്ത ഫംഗ്ഷനിലെ ഗെറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫംഗ്ഷനെ ഞാൻ എഗെയിൻ ഒന്നും കൂടെ കോൾ ചെയ്യുവാണ്. എഗെയിൻ ഇവിടെ എറർ ആയിരിക്കും, നമ്മൾ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇനി ഇങ്ങനെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ എറർ വന്നിട്ടുണ്ട് അല്ലെ. എറർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നേരെ പ്രോഗ്രാമിന്റെ കൺട്രോള് ക്യാച്ച് ബ്ലോക്കിലേക്ക് മൂവ് ആവും. അതായത് ക്യാച്ച് വന്നു, ക്യാച്ചിന്റെ ഉള്ളിൽ നമുക്ക് എന്താണോ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇപ്പൊ കസ്റ്റമർ അടിച്ചൊരു ഡാറ്റയിൽ വന്നിരിക്കുന്ന എറർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇന്ന ഡാറ്റയിൽ മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ വേസിൽ നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യാം. ജസ്റ്റ് ഒരു ലോഗ് മെസ്സേജ് കാണിക്കാം, അല്ലെ എറർ മെസ്സേജ് ഇന്റർഫേസിൽ കാണിച്ചു കൊടുക്കാം, അതിന് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്, ഈ എറർ മെസ്സേജിനെ ഒന്നുകൂടെ പ്രിന്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇനി അടുത്തത് ഈ ക്യാച്ച് ബ്ലോക്കിന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഒരു എറർ ഒബ്ജക്റ്റ് ആണ്. ഈ എറർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്ട്രിങ് രണ്ടും ആവാട്ടോ. നമ്മളിവിടെ എറർ ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പം ജാവാസ്ക്രിപ്റ്റ് ഒരു എറർ ഒക്കർ ആകുമ്പോൾ ആ എററിനെ ത്രോ ചെയ്യുന്നുണ്ട്. ത്രോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എററിന്റെ ഡീറ്റെയിൽസ് ഈ എറർ ഒബ്ജക്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ബിൽട്ടിൻ ആയിട്ടൊരു എറർ ക്ലാസ്സും അതിന്റെ സബ് ക്ലാസ്സസും ജാവാസ്ക്രിപ്റ്റിലുണ്ട്. എറർ ക്ലാസ് അതിന്റെ പാരന്റ് ക്ലാസ് ആണ്. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റ് എടുക്കും. ഈ ഒബ്ജക്റ്റിന് ബേസിക്കലി 3 പ്രോപ്പർട്ടീസ് ഉണ്ട്: നെയിം, മെസ്സേജ്, സ്റ്റാക്ക്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ആദ്യം നെയിം പ്രോപ്പർട്ടി, അടുത്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന്റെ മെസ്സേജ്, സ്റ്റാക്ക് തൽക്കാലം ഞാൻ അടുത്തതിൽ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് ഇടുവാണ്. ഇനി വന്നിട്ട് നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ആദ്യം കൊടുത്ത ഇവിടെ എറർ വന്നു. എറർ വന്നപ്പം നേരെ കൺട്രോൾ ക്യാച്ച് ബ്ലോക്കിൽ വന്നു, നമ്മളിവിടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതായത് എററിനെ ലോഗ് ചെയ്തിട്ടുണ്ട്. ആദ്യം എറർ എന്ന് പറയുന്നത് ബിൽട്ടിൻ ആയിട്ടുള്ള എറർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാവാസ്ക്രിപ്റ്റിലെ എറർ എന്ന് പറഞ്ഞിട്ട് ഒരു പാരന്റ് ക്ലാസ്സും സബ് ക്ലാസ്സസും ഉണ്ട്, അത് ചൈൽഡ് ക്ലാസ് ഉണ്ട്. ഏത് എറർ ആണോ വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് റഫറൻസ് എറർ ആണ് അല്ലെ. പിന്നെ അതിന്റെ മെസ്സേജ്, അതുപോലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി മെസ്സേജ് ആണ്. മെസ്സേജ് എന്ന് പറയുന്നത് എറർ എന്താണോ എറർ അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഇവിടെ ഗെറ്റ് വാല്യൂ സ്റ്റോർ ഡിഫൈൻഡ് എന്ന് പറഞ്ഞ് ഇത് ബിൽറ്റിൻ ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് തന്നെ തരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൺസോൾ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ നേരത്തെ കണ്ടതും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നമ്മളിവിടെ എററിനെ ഹാൻഡിൽ ചെയ്തതുകൊണ്ട് നമ്മുടെ എക്സിക്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആയില്ല. പകരം ക്യാച്ച് ബ്ലോക്കിലേക്ക് എററിനെ ത്രോ ചെയ്തു, ക്യാച്ച് ബ്ലോക്ക് അതിനെ ക്യാച്ച് ചെയ്ത് ഹാൻഡിൽ ചെയ്തു.
പ്രോഗ്രാം നോർമലി അതിന്റെ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ടാണ് ഈ കൺസോൾ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വർക്ക് ആവുന്നത്. അപ്പൊ ഇതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഫ്ലോ സ്റ്റോപ്പ് ആവില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ പ്രോപ്പർട്ടി സ്റ്റാക്കിനെ കാണിച്ചു തരാം. എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇത് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഏത് ലൈൻ നമ്പർ ചെയ്യുന്ന, ഏതാ ഫയല്, അങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ സ്റ്റാക്കിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ട്രൈയും കാച്ചും ക്ലിയർ ആയില്ലേ? ഇനി ഒരു ബ്ലോക്ക് ഉണ്ട്, മൂന്നാമത്തെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഫൈനലി എന്ന് പറഞ്ഞിട്ട്. ഈ ബ്ലോക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എറർ ഒക്കോർ ആയാലും എറർ ഒക്കോർ ആയില്ലെങ്കിലും കുറച്ച് സ്റ്റേറ്റ്മെന്റ് കമ്പൽസറി എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ എററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. അത് നമുക്ക് ഫൈനലി ബ്ലോക്കിന്റെ അകത്ത് എഴുതാം. എഗെയിൻ ക്യാച്ച് ബ്ലോക്ക് പോലെ തന്നെ കേർലി ബ്രേസിന്റെ ഉള്ളിലാണ് എഴുതുന്നത്, ക്യാച്ചും ട്രൈയും ഒക്കെ പോലെ. അപ്പൊ ഇവിടെ ഞാനൊരു മെസ്സേജ് കൊടുക്കുവാണ്. ഇൻ ഫൈനലി ബ്ലോക്ക് എന്നാണ് കൊടുക്കുന്നത്. എഗെയിൻ വന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാക്കിനെ ഞാനൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം എററിന്റെ ടൈപ്പും മെസ്സേജും വന്നു. അത് കഴിഞ്ഞ് ഇവിടെ കണ്ടില്ലേ ഫൈനലി ബ്ലോക്ക്. ഇവിടെ എറർ ഉണ്ടെങ്കിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആയി, കൺസോൾ പിന്നെ കൺസോൾ സ്റ്റേറ്റ്മെന്റ് വന്നു. ഞാൻ സപ്പോസ് നമുക്ക് ഈ എറർ ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. എറർ ഇല്ലെങ്കിൽ ക്യാച്ച് ബ്ലോക്കിന്റെ ഉള്ളിൽ വരില്ല, അപ്പോഴും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, പിന്നെ കൺസോൾ സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാം നോർമൽ ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ ഫൈനലി ബ്ലോക്കിന്റെ യൂസ് കേസ് എന്ന്. അതായത് എറർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറത്തുള്ള കൺസോൾ സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവുന്നുണ്ട്. അപ്പൊ ഇതെടുത്ത് പുറത്ത് കൊടുത്താൽ പോരെയെന്ന്. അതിനെന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ക്യാച്ച് ബ്ലോക്കിൽ എന്തെങ്കിലും ഒരു എറർ വന്നെന്ന് വിചാരിച്ചു. എഗെയിൻ ഞാൻ എന്തെങ്കിലും ഒരു കേസ് കണ്ടപ്പോൾ ഞാൻ വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. ഗെറ്റ് നം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. അപ്പൊ ക്യാച്ച് ബ്ലോക്കും ഒരു എറർ ജനറേറ്റ് ചെയ്യില്ലേ. ഈ കേസിൽ നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ പുറത്തുള്ള ഫംഗ്ഷൻ കോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് എക്സിക്യൂട്ട് ആവില്ല. ആ സമയത്തും ഈ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആയിട്ടുണ്ടല്ലേ. അപ്പം ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അതായത് ക്യാച്ച് ബ്ലോക്കിലും എന്തെങ്കിലും എറർ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ക്യാച്ച് ബ്ലോക്കിൽ വെച്ചിട്ടും എറർ നമ്മുടെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിലും ഫൈനലി ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിനെ ക്ലോസ് ചെയ്യണം, നെറ്റ്വർക്ക് കണക്ഷൻ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾസിനെ എല്ലാം അൺഇനിഷ്യലൈസ് ചെയ്യണം, മെമ്മറി ക്ലീൻ അപ്പ് ആക്കണം. ഇങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ഫൈനലി ബ്ലോക്ക് യൂസ് ചെയ്യാം. ഇത് ഏത് എറർ എവിടെ വെച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിലും ഫൈനലി ബ്ലോക്ക് മസ്റ്റ് ആയിട്ടും എക്സിക്യൂട്ട് ചെയ്യും. ഇനി ലാസ്റ്റ് ഒരു ഇതും കൂടി ഉണ്ട്, ത്രോ എന്ന് പറഞ്ഞിട്ട്. ത്രോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം ആയിട്ട് എറർ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ട്രൈ ബ്ലോക്കിൽ നമ്മൾ എറർ റീഡ് ചെയ്യുക ചെയ്തല്ലേ. അതായത് ട്രൈ ബ്ലോക്ക് അല്ലെ എറർ ഒക്കർ ആവുന്ന സമയത്ത് ഈ ലൈൻ ഒരു എറർ ത്രോ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാച്ച് ബ്ലോക്ക് അതിനെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ മെസ്സേജ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതായത് ഞാനിത് ഒരു ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് എൻക്ലോസ് ചെയ്യുവാണ് കേട്ടോ. ഒരു സെറ്റ് ഏജ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷന്റെ പുറത്ത് നിന്നിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. ഏജ് ഒരു 10 ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുവാണ്. ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇതിനെ റിസീവ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനൊരു ചെക്ക് ചെയ്യുവാണ്. ഇഫ് ഏജ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇവിടെയാണ് ത്രോ സ്റ്റേറ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. ഇവിടെ നമ്മൾ ഒരു കസ്റ്റം ചെക്കിംഗ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ ലോജിക്കൽ എറേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോവുകയാണ്. ഏജ് എപ്പോഴും 1 അതിൽ കൂടുതലോ ആയിരിക്കണം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കസ്റ്റം എറർ ഹാൻഡ്ലിംഗ് നടത്താൻ പറ്റൂ. ഇത് ബിൽറ്റ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ അല്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ത്രോ യൂസ് ചെയ്യുന്നത്. ത്രോയിൽ നമുക്ക് പാസ് ചെയ്യേണ്ട മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഏജ് കനോട്ട് ബി നെഗറ്റീവ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി അഗെയിൻ ഇവിടെ ഒരു സ്ട്രിങ് ആയതുകൊണ്ട് ഇവിടെ ക്യാച്ച് റിസീവ് ചെയ്യുന്നത് ഈ സ്ട്രിങ് ആയിരിക്കും, ഒബ്ജക്റ്റ് ആയിരിക്കില്ല. സോ ഞാൻ എന്ത് ചെയ്യുവാണ്, ഈ മെസ്സേജിനെ ഒന്ന് കമന്റ് ചെയ്യുവാണ്. എറർ ഒരു ഒബ്ജക്റ്റ് അല്ല, സ്ട്രിങ് ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എററിനെ കൺസോൾ ചെയ്യുവാണ്. ഇനി ഞാൻ ഈ 10ന് പകരം ഒരു മൈനസ് വാല്യൂ -1 ആണ് ഏജ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഈ കോൾ ചെയ്തിരിക്കുന്ന നമ്മിനെയും കൂടി ഒന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ. ഞാൻ വന്നിട്ട് നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ കസ്റ്റം എറർ ഹാൻഡ്ലിങ്ങും വർക്ക് ആയിട്ടുണ്ട്. അതായത് ഇവിടെ വന്ന് ഏജ് ചെക്ക് ചെയ്തിട്ട് എറർ ത്രോ ചെയ്തു, ക്യാച്ച് ബ്ലോക്ക് അതിനെ ക്യാച്ച് ചെയ്തു, സ്ട്രിങ്ങിന് ഇവിടെ
ലോഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഏജ് കനോട്ട് ബി നെഗറ്റീവ്, ഫൈനലി ബ്ലോക്കും പുറത്തുള്ള ഫംഗ്ഷനും കോളായി. കസ്റ്റം എറർ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ത്രോ യൂസ് ചെയ്യുന്നത്. ത്രോയിൽ സ്ട്രിങ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എറർ ക്ലാസിന്റെ സബ് ക്ലാസ്സസ്, ടൈപ്പ്, സിൻടാക്സ്, റേഞ്ച്, ഈ ക്ലാസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് പാസ് ചെയ്യാം. ഒബ്ജക്റ്റിനെ റിസീവ് ചെയ്തിട്ട് നേരത്തെ കണ്ട പോലെ നെയിമും മെസ്സേജും അതിന്റെ എക്സിക്യൂഷൻ ഡീറ്റെയിൽസ്, ഏത് ലൈൻ ഏത് ഫയൽ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് റിസീവ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിലെ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. അസിൻക്രണസ് ഓപ്പറേഷന്റെ ലാസ്റ്റ് നമ്മൾ അസിക് അവൈറ്റ് ഒരു ടോപ്പിക്ക് പെൻഡിങ് ഉണ്ടല്ലേ, അത് എടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പേർക്കും ഇത് അറിയായിരിക്കും കേട്ടോ. അറിയാവുന്നവർ ഇതൊന്ന് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്